ഹൗ വിൽ യു സ്റ്റാർട്ട് ദ ബിസിനസ്, ഷെയർ യുവർ എക്സ്പീരിയൻസ്. ഉണ്ടോ ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയും പറഞ്ഞിട്ട് കോൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നിനും പ്രതികരിക്കാത്തത് എന്താണ്? നമ്മൾ ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും? ഇൻഷാല്ലാ റമദാനെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ കസ്റ്റമേഴ്സ് സുഹാനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വാങ്ങിക്കാൻ നല്ല താല്പര്യമുണ്ട്, റേറ്റ് കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്താൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. റേറ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഈ റീൽസും ഷോർട്സും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൽ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തുന്നില്ല. പല കസ്റ്റമേഴ്സും കമന്റ് ഇട്ടാലാണ് ബാക്കിയുള്ളവരിലേക്കും ഈ വീഡിയോസ് ഒക്കെ എത്താ. അപ്പോൾ നമ്മൾ ഇപ്പൊ റേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഇട്ടാൽ റേറ്റ് എന്ന് പറഞ്ഞ ആരും കമന്റ് ചെയ്യില്ല, വേറെ ഒന്നും പറഞ്ഞ ആരും കമന്റ് ചെയ്യില്ല. അപ്പോൾ അതിന് ആ വീഡിയോക്ക് റീച്ച് കിട്ടില്ല, വേറെ കസ്റ്റമേഴ്സിൻ്റെയിലേക്ക് ഈ വീഡിയോ എത്തേയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ റേറ്റ് കാര്യങ്ങൾ പറയാത്തത്. നമ്മൾ ഇതിന്റെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട്, റേറ്റ് കാര്യങ്ങൾ എല്ലാത്തിന്റെ റേറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാല്ലാ ചെയ്യണം. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിന്റെ മെറ്റീരിയൽ എന്താണ്, ഇതിന്റെ ക്വാളിറ്റി, അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇത് പല മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. GA ഷീറ്റ് ഉണ്ട്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ട്, പിന്നെ അക്രിലിക് ഉണ്ട്. നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാണ്ടാണ് എല്ലാ മെറ്റീരിയൽസും സെലക്ട് ചെയ്യുന്നതും അത് മേക്ക് ചെയ്യുന്നതും എല്ലാം. GA ഷീറ്റ് എന്ന് പറയുമ്പോൾ 2 mm തിക്നെസ് ഉള്ള GA ഷീറ്റ് വെച്ചിട്ടാണ് മേക്ക് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ 1 mm തിക്നെസ് ഉള്ളതാണ്. അക്രിലിക് എന്ന് പറയുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു 4 mm തിക്നെസ് ഉള്ള ബാക്ക്ഗ്രൗണ്ട് പ്ലസ് 1 mm തിക്നെസ് ഉള്ള ഗോൾഡ് അക്രിലിക് ഷീറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഹോൾസെയിൽ ആയിട്ട് തരുന്നവർ ചോദിച്ചിട്ടുണ്ട്, തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് അത്രയും മേക്കിംഗ് പ്രൊഡക്ഷൻ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ഹോൾസെയിൽ ഇല്ല. നമ്മൾ ആദ്യമേ കൊടുത്തിരുന്നു, പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ റീറ്റെയിൽ ഓർഡേഴ്സ് തന്നെ കുറച്ചധികം വരുന്നുണ്ട്. നമുക്ക് അത്രയും പ്രൊഡക്ഷൻ ചെയ്യാനുള്ള അത്രയും യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മളിപ്പോ ഹോൾസെയിൽ കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ക്ലയന്റ് ചോദിച്ചിട്ട്, നിങ്ങൾക്ക് ഒന്നിനും പ്രതികരിക്കാത്തത് എന്താണ്? നമ്മൾ ഇത് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും? ഒരു കട തുടങ്ങുന്നതിന് വേണ്ടിയാണ് അവർ കോൺടാക്ട് ചെയ്യുന്നത് പറയുന്നത്. പ്രതികരിക്കുന്നുണ്ട്, പരമാവധി പ്രതികരിക്കുന്നുണ്ട്. കൂടുതലും ഈ വാട്സാപ്പിൽ മെസ്സേജ് വരുന്നതിന് തന്നെയാണ് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത്. എന്താന്ന് വെച്ചാല് എനിക്ക് വീഡിയോസ് ഒക്കെ ഇടുന്നോണ്ട് തന്നെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ കോൾ വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് ആണേലും പിന്നെ കുറെ പഠിപ്പിക്കുന്നുണ്ടോ, ഇത് പഠിക്കാൻ ആഗ്രഹമുണ്ട് അങ്ങനെയും പറഞ്ഞിട്ട് കോൾ വരുന്നുണ്ട്, കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, പിന്നെ ഇതേപോലെ ഹോൾസെയിൽ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കോളല്ല, കൂടുതലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്കാണ് റിപ്ലൈ കൊടുക്കുന്നത്. പിന്നെ ഈ കട തുടങ്ങാനെന്ന് വെച്ചാല് നമ്മളിത് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ, കട ഇപ്പോഴാണ് ഷോപ്പ് തുടങ്ങിയത്. നമ്മൾ കൂടുതലും ഓൺലൈനായിട്ട് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതില് മെയിനായിട്ട് ഈ ഷോപ്പ് ഇപ്പൊ ഒരു മാസം ആയിട്ടുള്ളൂ ഈ ഒരു ഷോപ്പ് നമ്മൾ ഇട്ടിട്ട്. ഇതിപ്പോ ഇതിനകത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്, സുഹാനൊരു ടീച്ചിങ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൺലൈനായിട്ട് പഠിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനൊരു ക്ലാസ് നമ്മൾ ഇൻഷാല്ലാ റമദാനെ കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് കാലിഗ്രഫി ആണെങ്കിലും വേറെ ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഒരു എന്താ പറയാ ഒരു ട്യൂട്ടോറിയൽ തന്നെ തുടങ്ങുന്നുണ്ട്. ഇൻഷാല്ലാ അത് വരെ വെയിറ്റ് ചെയ്യാം. ചേച്ചിയുടെ പേരെന്താ? ചേച്ചി എവിടെ? ചേച്ചിയുടെ വീട്? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞതാണോ? അതാരോ കളിയാക്കി ചോദിച്ചതാണ്, എനിക്ക് മനസ്സിലായി. അതെന്തായാലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഗിവ് അവേ കുറെ കൊടുക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല നല്ല പരാതി പറയുന്നുണ്ട് കമന്റ്. ഗീവ് അവേ ഒക്കെ ശരിക്കും ഒരു ലോട്ടറി പോലെയാണ്. നമ്മൾ എടുത്താല് കിട്ടിയാല് സന്തോഷം, അങ്ങനെയാ. നമ്മൾ ഗീവ് അവേസ് ഇടുന്നുണ്ട്, അതനുസരിച്ച് നമ്മൾ കുറെ പേർക്ക് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാല് ഓരോരുത്തർക്ക് നമ്മളിപ്പോ ഒരു ആപ്പ് വെച്ചൊക്കെ എനിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഒരാൾക്കൊക്കെ അല്ലേ കിട്ടാ, എന്താ നമ്മളത് ചെയ്യാനുള്ള. അപ്പൊ എന്തായാലും പങ്കെടുക്ക, ലോട്ടറി പോലെയാണ്, ഭാഗ്യം കൊണ്ട് കിട്ടും.